ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസികളെ, ഈ വിശുദ്ധ റമളാനിൻ്റെ സമയങ്ങളിൽ നിങ്ങളോട് പറയുവാനുള്ള രണ്ടാമത്തെ കാര്യം ആരാണ് ഇബാദത്തിന് അർഹൻ എന്ന കാര്യമാണ്. മൻ യസ്തഹിക്കുൽ ഇബാദ, ഇബാദത്തിന്, അനുസരണത്തിന്, ആരാധനക്ക് അർഹൻ ആരാണ് എന്ന കാര്യം സത്യവിശ്വാസികളുടെ പഠനങ്ങളിൽ വളരെ പ്രധാനമാണ്. കാരണം ഇസ്ലാം കാര്യമാവട്ടെ ഈമാൻ കാര്യമാവട്ടെ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കാര്യമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുക, അള്ളാഹുവിനെ ആരാധ്യനായി അംഗീകരിക്കുക, അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുക, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ അവരോട് അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ആദ്യമായി ചോദിക്കുന്നത് മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ് എന്നതാണ്. പ്രവാചകന്മാരൊക്കെയും റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് ദൈവിക ഗ്രന്ഥങ്ങളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന ഒരു പരിഹാരമല്ലാതെ മറ്റൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ പഠനം എന്ന് പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന ശൈലിയാണ്. ഖുർആൻ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വഴി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുപിടിക്കുവാനും കണ്ടെത്തുവാനും അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം താഴ്മയോടുകൂടെ ജീവിക്കുവാനും വിനയാന്വിതരായി അള്ളാഹുവിനെ കാണുവാനും സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വഴിയിലേക്കും സത്യവിശ്വാസികളുടെ ശ്രദ്ധ തിരിയാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.